Ladies and gentlemen, hold your breath. Don't blink your eyes. This is M3. Human error. Evolution. This is the future. ഹലോ, ഇതൊരു ചെറിയൊരു ടെസ്റ്റ് മാത്രമാണ് കേട്ടോ, നിങ്ങളുടെയൊക്കെ ഒരു അറ്റൻഷൻ എവിടെയൊക്കെ കിട്ടാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഒന്ന് പരിചയപ്പെടുത്തരും. എൻ്റെ പേര് അക്ഷയ് ഓവൻസ്, സ്വദേശം കൊല്ലം തന്നെയാണ്. കൊല്ലം ജില്ലയിലെ തൃക്കൊടൂർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷെ സമയം പരിമിതമാണ്. സോ എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ലോർഡ്സ് മദർ പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, ഒപ്പം ഇതിൻ്റെ മറ്റ് രക്ഷാധികാരികൾ, എല്ലാത്തിനുമുപരി ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള രക്ഷകർത്ത സുഹൃത്തുക്കൾ, എല്ലാത്തിനുമുപരി എൻ്റെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള കൊച്ചുകൂട്ടുകാർ, നിങ്ങൾ ഈ എളിയ കലാവിരുന്നിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഒരു തുടക്കക്കാരൻ എന്നുള്ള ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് കാര്യത്തിലോട്ട് എടുക്കാം. എൻ്റെ പേര് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഒരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട്. എന്നെ ഇവിടേക്ക് വിളിച്ചത് മാജിക് ഒന്നും കാണിക്കാനല്ല, പക്ഷേ ഫാദർ എന്നോട് പറഞ്ഞത് നമ്മുടെ കുട്ടികൾ, കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് മാജിക് കൂടെ മിക്സ് ചെയ്തുകൊണ്ട് കാണിക്കാം. അപ്പം എനിക്കൊട്ടും പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം കൂടെ ഉണ്ട്. മാജിക്കിലൂടെയാണ് ഞാൻ മെൻ്റലിസം എന്ന് പറയുന്ന ആർട്ട് ഫോമിലേക്ക് വരുന്നത്. 25ാമത്തെ കൊല്ലമാണ് ഈ ഒരു അത്ഭുതത്തിൻ്റെ ലോകത്തിലേക്ക് ഞാൻ വന്നിട്ട്. സോ ഒരുപാട് സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഇത്രമാത്രം, മെൻ്റലിസം ഈസ് ആൻ ആർട്ട് ഫോം ഓഫ് സൈക്കോളജി. മനഃശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള മാജിക്കിൻ്റെ തന്നെ ഒരു മോഡേൺ തിയേറ്റർ ആർട്ട് ഫോമാണ് മെൻ്റലിസം എന്ന് പറഞ്ഞത്. സോ എനിക്ക് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഐ വാണ്ട് ടു വോളണ്ടിയർ ഫ്രം ഹിയർ. കുറച്ച് എന്താ പറയുക, ഒരു 7ലോ 8ലോ 9ലോ പഠിക്കുന്ന ആരെങ്കിലും ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈസ് യുവർ ഹാൻഡ്. ഓടി മുന്നിലേക്ക് വരാം. ഒരാൾ, ആരുമില്ല? ഇത് എനിക്ക് എവിടെ ചെന്നാലും കിട്ടുന്നൊരു പണിയാണ്. കാരണം മെൻ്റലിസം എന്ന് പറയുന്നത് മൈൻഡ് റീഡിംഗ് ആണ്. മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുക, എല്ലാവരും അറിയും എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. കുറച്ചുകൂടി വലിയൊരാൾ. അപ്പം നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ കണ്ടുപിടിക്കത്തില്ല. നിങ്ങൾ വന്നില്ല എന്നുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കാം. ഇവിടെ കൊച്ചു പിള്ളേരെയൊന്നും നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. മോനെ എഴുന്നേറ്റ് നിൽക്കോ, നല്ലൊരു വീട് എടുക്കാം. വാ, ഓടിവാ, സമയം കുറവാ. ഈ കൈയടി പോരാ കേട്ടോ. ഏതൊരു പരിപാടിയുടെ ആണെങ്കിലും ഏതൊരു കലാരൂപത്തിൻ്റെ ആണെങ്കിലും വിജയം എന്ന് പറയുന്നത് ഈ രണ്ട് കരങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടുമ്പോഴുള്ള ഇപ്പോൾ കേട്ട് നടക്കുന്ന ശബ്ദവും ഞങ്ങളുടെ കാതും തമ്മിലുള്ള ഒരു പ്രണയമുണ്ട്. അതാണ് ഏതൊരു പരിപാടിയുടെയും വിജയം എന്ന് പറയുന്നത്. സോ നമുക്ക് ഇദ്ദേഹത്തിന് പരിചയപ്പെടാം. എൻ്റെ പേരെന്താണ്? ജെറോം. ജെറോം. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാൻ അറിയാം? ചെറുതായിട്ടറിയാം. മികച്ച രീതിയിൽ വായിക്കാൻ പഠിക്കണം കേട്ടോ. നമ്മുടെ ഉദ്ഘാടകൻ, വിശിഷ്ട വ്യക്തി നമ്മളോട് പറയുന്നുണ്ടായി, എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ് ആംഗലേയ ഭാഷ എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ
വളരെ വലിയൊരു കാര്യമാണ്. സോ അത് നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നത്, നമുക്ക് സ്റ്റേജിലോട്ട് കിടക്കാം. വാ, ഓടി വാ. ജെറോം, വായിക്കാറുണ്ടോ? വായിക്കാറുണ്ടോ? ബുക്കോ? ബുക്സ് റീഡ് ചെയ്യാറുണ്ടോ? വായിക്കും. ഓ, ചുരുളം. ഓക്കെ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ, നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് വാദോരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, വാക്കുകൾ തോരാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഒന്ന് മാത്രമാണ്. ഇതേ കണക്കുള്ള എക്സ്പീരിയൻസ് എല്ലാം 2500-ലധികം വേദികളോട് എനിക്ക് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ ഒരു എബിലിറ്റിയാണ്, എൻ്റെ ഒരു ഹാബിറ്റാണ് നിങ്ങൾക്ക് മുന്നിൽ എന്നെ സംസാരിക്കാൻ പ്രാപ്തനാക്കിയത്. തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു സമൂഹ ജീവിയായി മാറണമെന്നുണ്ടെങ്കിൽ വായന എന്ന് പറയുന്ന ഒരു അത്യന്താപേക്ഷികമായിട്ടുള്ളൊരു ഘടകമാണ്. സോ ഞാൻ എൻ്റെ ബുക്കിനെ ഞാൻ പരിചയപ്പെടുത്തിയാണ്. ഒരുപാട് തവണ ഞാൻ വായിച്ചിട്ടുള്ളൊരു ബുക്കാണ്. ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് ഒന്ന് വായിക്കാം. ഓക്കെ, ഷെർലക് ഹോംസ്. ആരെങ്കിലും ഉണ്ടോ ഇക്കൂട്ടത്തിൽ ഇത് വായിച്ചിട്ടുള്ളവർ? ക്യാൻ യു റൈസ് യുവർ ഹാൻഡ്? ആരില്ല? ശോചനീയാവസ്ഥയാണല്ലോ. ഓക്കെ, ആൻഡ് ഇത് പിടിച്ചോ, മൈക്ക് പിടിച്ചു. ജെറോം ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ കൈവശമുള്ള ഈ ഒരു ബുക്ക്, ജസ്റ്റ് ഒരു കാര്യമാണ് ഞാൻ പറയുകയാണ്. ആസ് എ മെറ്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, പുതുതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയിട്ടുള്ള ഒരു ബുക്കാണിത്. അടിപൊളി കഥയാണ് ഇതിനകത്തുള്ളത്, ഒരു ഡിറ്റക്റ്റീവ് നോവലാണ്. സോ ഞാൻ ഇത്ര മാത്രമാണ് ചെയ്യുന്നത്. എൻ്റെ കൈ വെച്ചുകൊണ്ട് ഈ ബുക്കിന് ഇതേപോലെ ഒന്ന് റിഫിൽ ചെയ്യണം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ജെറോമിൻ്റെ കയ്യിലേക്ക് ബുക്ക് തരികയാണ്. ബുക്കിൽ എത്ര പേജ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. ജെറോമെ, എത്ര പേജ് ഉണ്ടെന്ന്? എത്ര പേജ് ഉണ്ട്? എത്ര പേജ്? പെട്ടെന്ന് 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 സ്പീഡാ, മൈക്കിലൂടെ പറയണം കേട്ടോ. 328. 328 അല്ലേ? ഓക്കെ. ഇത് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ട് എറണാകുളത്ത് വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നുകൊണ്ട് പരിപാടി ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നിറഞ്ഞൊരു സദസ്സ്. പക്ഷേ അതൊരു കോർപ്പറേറ്റ് ഇവൻ്റ് ആയിരുന്നു. സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് എൻ്റെ മുന്നിൽ ഒരുപാട് പേര് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ വിളിച്ചു, ഒരു സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന വളരെ ജെന്റിൽമാൻ ലുക്കിലുള്ള ഒരു കക്ഷിയായിരുന്നു. അദ്ദേഹത്തിന് വേദിയിൽ വിളിച്ച് എത്ര പേജ് ഉണ്ടെന്ന് നോക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഈ പേജ് ഉണ്ടെന്ന് നോക്കാനായിട്ട് പറയുന്നതിൻ്റെ കാര്യം എന്താ അറിയോ? ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ, അതായത് ഞങ്ങളെപ്പോലത്തുള്ള ആളുകളുടെ കൈവശമുള്ള ഏത് സ്ഥാനത്തിനകത്താണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുവഴി ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയാണ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതായത് എത്ര പേജ് ഉണ്ട് നോക്കാൻ വേണ്ടി. അദ്ദേഹം പേജ് എത്രയാണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിലേക്ക് ബുക്ക് കൊടുത്ത സമയത്ത് ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് 1, 2, 3. ഇദ്ദേഹം വളരെ ജീനിയസ് ആയിട്ടുള്ളൊരു കൂട്ടുകാരനാണ്. സോ കാരണം അദ്ദേഹം എത്ര പേജ് ഉണ്ടെന്നൊക്കെ ഏറ്റവും ബാക്കിലത്തെ പേജാണ് നോക്കിയത്. അപ്പോൾ ഇത്ര മാത്രമാണ് ഞാൻ പറയുന്ന കാര്യം, സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ കൈവശം ഈ ബുക്കിനെ ഞാൻ ഇതേപോലെ ഒന്ന് റിഫിൽ ചെയ്യും. റിഫിൽ ചെയ്യുന്ന സമയത്ത് മോന് ഇഷ്ടമുള്ളത് സ്റ്റോപ്പ് പറയാം. ആ സ്റ്റോപ്പ് പറയുന്നത് എവിടെയാണോ അവിടെ വെച്ചുള്ള ആദ്യത്തെ വാക്ക് അടുത്തിട്ട് നിൽക്കാം. ആദ്യത്തെ വാക്ക് ഏതാണ് ഇവിടുത്തെ? HERE, ഹിയർ അല്ലേ? അപ്പം ആ വാക്ക് ഏതാണോ അത് നോക്കി വെക്കുക. ഏത് പേജ് എടുത്താലും അതിൻ്റെ ആദ്യത്തെ വാക്ക് നോക്കി വെക്കുക. ആദ്യത്തെ വാക്ക് ഏതാണ്? ഇവിടുത്തെ ആദ്യത്തെ വാക്ക് ഏതാണ്? ഡിറ്റ്. ഓക്കെ. അപ്പം വായിക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പെല്ലിംഗ് എങ്കിലും ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. ആൻഡ് ഫൈനലി ഒരു കാര്യത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനകത്ത് വരുന്നത് ഇതേപോലുള്ള ചാപ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഒഴിവാക്കി കളയാം. ഇതേപോലെ ഹെഡ്ലൈൻ ഉള്ള ചാപ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ നോർമൽ ഇതിനകത്തുള്ള പേജ് എടുക്കുക. ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സ്ലോലി പുറത്തേക്ക് വിടാം. ഒന്നുകൂടി എടുക്കുക, ഒന്നുകൂടി പുറത്തേക്ക് വിടുക. ഓക്കെ, വണ്ടർഫുൾ, എക്സലൻറ്റ്. ആൻഡ് ജെറോം, ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ സ്റ്റോപ്പ്. ആദ്യത്തെ വാക്ക് നോക്കി വെക്കുക. ആദ്യത്തെ വാക്ക് അതൊരിക്കലും ഒരു എൻ്റെ സ്പെല്ലിംഗ് എങ്കിലും നോക്കി വെക്കുക. അതിൻ്റെ ആദ്യത്തെ വാക്ക് നോക്കി. ഓക്കെ, അതൊരു ചാപ്റ്റർ അല്ലല്ലോ, ചാപ്റ്ററാണ്. അപ്പോൾ അടുത്ത പേജിലേക്ക് പോവാം. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഇഷ്ടപ്പെടുത്ത സ്റ്റോപ്പ് പറയാം. സ്റ്റോപ്പ്. ചാപ്റ്റർ ആണോ? അല്ല. ആദ്യത്തെ വാക്ക് നോക്കി വെക്കുക. നോക്കി വെച്ചു ശേഷം മോൻ്റെ കയ്യിലേക്ക് തന്നെ ഞാൻ തിരിച്ചു തരികയാണ്. ആൻഡ് ഹൈലി മെന്റലിസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് തന്നെ മൈൻഡ് റീഡിങ് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിലുള്ള കാര്യം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. മേ ബി ഇത് ശരിയാവാം, മേ ബി ഇത് തെറ്റാവാം. 100 വേദികൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 10ഓളം വേദികൾ മാത്രമാണ് ഇത് വിജയിച്ചിട്ടുള്ളത്. സോ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, വിജയിക്കാം, ചിലപ്പോൾ ഫ്ലോപ്പ് ആവാം. ആൻഡ് മോനോട് ഞാൻ ചോദിക്കുകയാണ്, മനസ്സിൽ ആ വാക്ക് നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. നന്നായിട്ട് ഇമാജിൻ ചെയ്യുക. ഓക്കെ, മനസ്സിലിപ്പോൾ ആ വാക്കുണ്ട്. ആൻഡ് ഫൈനലി അതൊരു വലിയൊരു വാക്കാണോ അതൊരു കുഞ്ഞു വാക്കാണോ? മൈക്കിനത്ര പറയാം. കുഞ്ഞു വാക്കാണ്. ഓക്കെ. ആൻഡ് ജസ്റ്റ് A to Z ഞാനത് കൗണ്ട് ചെയ്യണം. കൗണ്ട് ചെയ്യുന്നതിനിടയ്ക്ക് എവിടെയെങ്കിലും ആ ഒരു അക്ഷരം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഹിൻറ്റും തരരുത്, ഒരു സൂചനയും എനിക്ക് തരരുത്. ഓക്കെ ആണോ? ഓക്കെ, ഞാൻ എൻ്റെ കണ്ണുകളിലോട്ട് മാത്രം നോക്കുക. ABCDEFGHIJK LMNOPQRSTUVWXYZ. Once again, ABCDEFGHIJK
HIJK. H പറഞ്ഞു തരണ്ട. ഓക്കെ. ചെറുതായിട്ടൊന്ന് സ്ട്രൈക്ക് ചെയ്തതാണ്. അപ്പം മോനോട് ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം, ലാസ്റ്റ് തരുന്ന ഒരേ ഒരു ടാസ്ക് ഇത്ര മാത്രമാണ്. മോൻ്റെ മനസ്സിലുള്ള വാക്ക്, എനിക്കൊന്ന് സ്ട്രൈക്ക് ചെയ്ത വാക്ക് ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്, ഓഡിയൻസ് കേൾക്കാൻ തന്നെ ഞാനിന്ന് റിവീൽ ചെയ്യുകയാണ്. റിവീൽ ചെയ്യുന്ന വാക്ക് ശരിയാണ് എന്നുണ്ടെങ്കിൽ ജെറോം ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ഹഗ് ചെയ്യാം. ഹഗ് അറിയോ? ഹഗ് ചെയ്യാം. നേരെ മറിച്ച് തെറ്റാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ മുതുകത്തിട്ടൊരു അടി തരാം. ഓക്കെ, ഇച്ചിരി മാറി നിൽക്കാം. എൻ്റെ മനസ്സിൽ തോന്നിയ വാക്ക് ഇത്ര മാത്രമാണ്. പറയട്ടെ. HALF, ഹഫ്. എന്തൊറ്റി ഇങ്ങനെയാണോ ഹഗ് ചെയ്യുന്നത്? ജെറോ, താങ്ക് യു സോ മച്ച്. ജെറോം അത്യാവശ്യം നന്നായിട്ട് വിയർത്ത് കേട്ടോ. താങ്ക് യു. എന്നെ ഇവിടേക്ക് വിളിക്കുന്ന സമയത്ത് ഞാൻ ബഹുമാനയുടെ ഫാദറിനോട് ഞാൻ പറയുന്നുണ്ടായി, 10 പേരാണെങ്കിലും 100 പേരാണെങ്കിലും 1000 പേരാണെന്നുണ്ടെങ്കിലും അത്രയും പേര് ഈ ഒരു പരിപാടിയുടെ ഭാഗമായി മാറുമെന്ന്. അതിലേക്ക് ഞാൻ കിടക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഓഡിയൻസും, എസ്പെഷ്യലി ടീച്ചേഴ്സ്, നോൺ ടീച്ചേഴ്സ് ആൻഡ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ ആൾക്കാരും ഞാൻ പറയുന്നത് കൃത്യമായിട്ടൊന്ന് അനുസരിക്കുക. ഇതൊരു വാമപ്പ് മാത്രമാണ്. വെയിറ്റ് ആൻഡ് സീ. നിങ്ങളുടെ ഇടത് കൈ വലത് കൈ മുന്നിലേക്ക് ഇങ്ങനെ നീട്ടിപ്പിടിക്കാം. ഇടത് കൈയും വലത് കൈയും മുന്നിലേക്ക് ഇതേപോലെ നീട്ടിപ്പിടിക്കാം. എല്ലാവരും. ഓക്കെ, മുഖമൊക്കെ പിന്നെ ചെറിയ. ഇടത് കൈയും വലത് കൈയും ഇതേ കണക്ക് മുന്നോട്ട് നീട്ടിപ്പിടിക്കുക. നീട്ടിപ്പിടിച്ചതിന് ശേഷം ഇടത് കൈയും വലത് കൈയും ഇതേ കണക്ക് തിരിക്കാം. തിരിച്ചോ? എല്ലാവരും തിരിച്ചു. ഇനി വലത് കൈ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ, വലത് കൈ ഇടത് കൈയുടെ അടിയിലൂടെ കൊണ്ടുവന്ന് ഇതേ കണക്ക് ലോക്ക് ചെയ്യാം. വലത് കൈ ഇടത് കൈയുടെ അടിയിലൂടെ കൊണ്ടുവന്ന് ഇതേ കണക്ക് കൊണ്ടുവന്ന് ലോക്ക് ചെയ്യാം. ഓക്കെ, ഇത്ര മാത്രമാണ്. ഇനി ഞാൻ പറയുന്ന കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ വെച്ചേക്കുന്ന കൈകൾ ഇനി അധികം നേരം നിങ്ങൾക്ക് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. റെഡി, 1 2 3 എന്ന് പറയുന്ന സമയത്ത് ഇത്ര മാത്രം ചെയ്യുക. റെഡി, 1 2 and 3. അറിയാവുന്നവർക്ക് എളുപ്പം, അറിയാത്തവർക്ക് വലിയ പാടാ. എനിക്ക് ഒരു നല്ല പവർഫുള്ളായിട്ടുള്ള